ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവിടെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ? ഇവിടെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ? ഇവിടെ ആരെങ്കിലും ഇന്ന് പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ടോ? ആരെങ്കിലും സിനിമ കാണാൻ എൻ്റെ കൂടെ പോരുന്നുണ്ടോ? സിനിമ കാണാൻ എൻ്റെ കൂടെ ആരെങ്കിലും പോരുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം അല്ലേ. കേട്ടറ്റ് എക്സാമിന് ആരെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും അയാളോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്? ഓക്കെ, അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ആരെങ്കിലും ഉണ്ടോ. എന്തിനുണ്ടോ? ഒരു പ്രവൃത്തി ചെയ്യാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, റെഡിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്? ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഒരു പ്രോത്സാഹനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നത്? ഇതിനായിട്ട് നമ്മൾ ഒരു രീതിയാണ് പറയുന്നത്. അതേ റൂട്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നതാണ്. ഈ രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഡസ് എനിവൺ ഹിയർ, ഡസ് എനിവൺ ഹിയർ. ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഡസ് എനിവൺ ഹിയർ, ഇവിടെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ, ഉണ്ടോ എന്നുള്ള അർത്ഥമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡസ് എനിവൺ ഹിയർ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്, ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡസ് എനിവൺ ഹിയർ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം പറയുന്നത്. ഇങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്: ഡസ് എനിവൺ ഹിയർ സ്പീക്ക് ഇംഗ്ലീഷ്, ഡസ് എനിവൺ ഹിയർ സ്പീക്ക് ഇംഗ്ലീഷ്. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ഡസ് എനിവൺ സ്പീക്ക് ഹിയർ മലയാളം, ഇവിടെ ആരെങ്കിലും മലയാളം സംസാരിക്കുന്നവരുണ്ട്. ഇനി നമുക്ക് വ്യത്യസ്തമായ ചില എക്സാമ്പിളുകൾ ഇതേപോലെ നമുക്ക് പറഞ്ഞു നോക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാം, സ്കൂളിലൊക്കെ സാധാരണ ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു രീതിയാണ്: ഇവിടെ ആരെങ്കിലും ടൂർ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ടോ? ടൂർ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ടൂർ പ്രോഗ്രാമിന് വരുന്നുണ്ടോ? ആരെങ്കിലും റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ടൂർ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നുണ്ടോ? എങ്ങനെ ചോദിക്കുക? ഡസ് എനിവൺ ഹിയർ റെഡി ടു ദ ടൂർ പ്രോഗ്രാം, ഡസ് എനിവൺ ഹിയർ റെഡി ടു ദ ടൂർ പ്രോഗ്രാം. ഇവിടെ ആരെങ്കിലും ടൂർ പ്രോഗ്രാമിന് റെഡിയായവരുണ്ടോ? പേര് കൊടുക്കാൻ തയ്യാറായവരുണ്ടോ? റെഡിയാണോ? ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഡസ് എനിവൺ ഹിയർ റെഡി ടു ദ ടൂർ പ്രോഗ്രാം. ആരെങ്കിലും ടൂർ പ്രോഗ്രാമിന് റെഡിയാണോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്: ഇന്ന് ആരെങ്കിലും എൻ്റെ കൂടെ സിനിമക്ക് പോരാൻ റെഡിയാണോ? ഇവിടെ ആരെങ്കിലും എൻ്റെ കൂടെ സിനിമക്ക് പോരുന്നുണ്ടോ? അപ്പോൾ ഒരാൾ വെറുതെ ബോറടിച്ചിരിക്കുകയാണ്, അയാൾക്കൊരു സിനിമ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, കമ്പനി ആയിട്ട് ആരും കിട്ടിയിട്ടുമില്ല. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്: ഇന്ന് ഇവിടെ ആരെങ്കിലും എൻ്റെ കൂടെ സിനിമക്ക് വേണ്ടി പോരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരെങ്കിലും ഇവിടെ സിനിമക്ക് പോരാൻ റെഡിയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് അത് ചോദിക്കുക? ഇങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്: ഡസ് എനിവൺ ഹിയർ ജോയിൻ മീ ഫോർ എ മൂവി, ഡസ് എനിവൺ ഹിയർ ജോയിൻ മീ ഫോർ എ മൂവി. ആരെങ്കിലും സിനിമ കാണാൻ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഡസ് എനിവൺ ഹിയർ ജോയിൻ മീ ഫോർ എ മൂവി. ഇവിടെ ആരെങ്കിലും എൻ്റെ കൂടെ ഒരു സിനിമക്ക് ജോയിൻ ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ ടിക്കറ്റൊക്കെ ഞാൻ എടുത്തോളാം, നിങ്ങൾ പോന്നാൽ മാത്രം മതി. ഡസ് എനിവൺ ഹിയർ ജോയിൻ മീ ഫോർ എ മൂവി. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ആരെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നുണ്ടോ? ആരെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ കൂടെ ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരെങ്കിലും ഇവിടെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് പറയുന്നത്? ആരെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നുണ്ടോ? ഡസ് എനിവൺ ഹിയർ അക്കംപനി ദി ഗ്രൂപ്പ്, ഡസ് എനിവൺ ഹിയർ അക്കംപനി ദി ഗ്രൂപ്പ്. അക്കംപനി ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ കൂടെ ചേരുക, കൂടെ പോകുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഡസ് എനിവൺ ഹിയർ അക്കംപനി ദി ഗ്രൂപ്പ്. ആരെങ്കിലും ഇവിടെ ആ ഗ്രൂപ്പിൻ്റെ കൂടെ ചേരുന്നുണ്ടോ, ആ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുന്നുണ്ടോ എന്നുള്ള അർത്ഥമൊക്കെ ഇവിടെ ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ഡസ് എനിവൺ ഹിയർ അക്കംപനി ദി ഗ്രൂപ്പ്. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്: ഇവിടെ ആരെങ്കിലും കേട്ടറ്റ് എക്സാമിന് അപേക്ഷിക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും കേട്ടറ്റ് എക്സാമിന് അല്ലെങ്കിൽ സെറ്റ് എക്സാമിന് അല്ലെങ്കിൽ നെറ്റ് എക്സാമിന് അപേക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ഇരിക്കുകയാണ്, അവരുടെ ഇടയിൽ ചെന്നിട്ടാണ് ചോദിക്കുന്നത്: ഇവിടെ ആരെങ്കിലും കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങനെയാണ്? ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്: ഡസ് എനിവൺ ഹിയർ അപ്ലൈയിങ് ഫോർ കേട്ടറ്റ് എക്സാമിനേഷൻ, ഡസ് എനിവൺ ഹിയർ അപ്ലൈയിങ് ഫോർ
കേട്ടറ്റ് എക്സാമിനേഷൻ? ആരെങ്കിലും ഇവിടെ കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ്. ഡസ് എനിവൺ ഹിയർ അപ്ലൈയിങ് ഫോർ കേട്ടറ്റ് എക്സാമിനേഷൻ? ആരെങ്കിലും ഇവിടെ കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരെങ്കിലും ഇവിടെ അസൈൻമെന്റ് എഴുതാൻ തുടങ്ങിയോ? ആരെങ്കിലും ഇവിടെ അസൈൻമെന്റ് എഴുതാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഒരു ക്യൂരിയോസിറ്റിയുടെ പേര് ചോദിക്കുകയാണ്. ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണല്ലോ സാധാരണ. ഓക്കെ, അപ്പോൾ ഇവിടെ ആരെങ്കിലും അസൈൻമെന്റ് എഴുതാൻ തുടങ്ങിയോ എന്ന് ചോദിക്കുക. എങ്ങനെ ചോദിക്കുക? ഇതുപോലെ തന്നെയാണ്. ഡസ് എനിവൺ ഹിയർ സ്റ്റാർട്ട് റൈറ്റിംഗ് ദി അസൈൻമെന്റ്സ്? ഡസ് എനിവൺ ഹിയർ സ്റ്റാർട്ട് റൈറ്റിംഗ് ദി അസൈൻമെന്റ്സ്? ആരെങ്കിലും ഇവിടെ അസൈൻമെന്റ്സ് എഴുതാൻ തുടങ്ങിയോ? ഡസ് എനിവൺ ഹിയർ സ്റ്റാർട്ട് റൈറ്റിംഗ് ദി അസൈൻമെന്റ്? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇങ്ങനെ ചോദിക്കുകയാണ്, വളരെ ഗംഭീരമായ ഒരു സെന്റൻസ് ആണ്. ഇവിടെ ആരെങ്കിലും അവനോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടോ? അപ്പൊ ആരും അയാളെ എതിർത്തൊന്നും സംസാരിക്കാറൊന്നുമില്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അയാളോട് ആരും എതിർത്ത് സംസാരിക്കാറൊന്നുമില്ല. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഇവിടെ ആരെങ്കിലും അയാളെ എതിർത്ത് അയാളോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും അയാളോട് സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടോ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പൊ എങ്ങനെയാണ് ചോദിക്കുക? ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ആസ്ക് ഹിം? ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ആസ്ക് ഹിം? ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ്. അപ്പൊ ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ആസ്ക് ഹിം? ഇവിടെ ആരെങ്കിലും അയാളോട് ചോദിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ, ധൈര്യം കാണിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ എന്നാണ്. ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ആസ്ക് ഹിം? അതുപോലെ തന്നെ ഇതേ രീതി തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്, ഇവിടെ ആരെങ്കിലും അങ്ങോട്ട് പോകാൻ ധൈര്യമുള്ളവരുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല, ആരും അങ്ങോട്ട് പോകാറില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോകാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ഗോ ദെയർ? ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ഗോ ദെയർ? അങ്ങോട്ട് പോകാൻ. ഡസ് എനിവൺ ഹിയർ ഡെയർ ടു ഗോ ദെയർ? ഇങ്ങനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയാണ്, ഇവിടെ ആരെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഇവിടെ ആരെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ റെഡി ആയവരുണ്ടോ, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായവരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഡസ് എനിവൺ ഹിയർ റെഡി ടു അക്സെപ്റ്റ് ദ ചാലഞ്ച്? ഡസ് എനിവൺ ഹിയർ റെഡി ടു അക്സെപ്റ്റ് ദ ചാലഞ്ച്? ഇവിടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡസ് എനിവൺ വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുന്നത്. ഇതുപോലെ ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ആ ഒരു പാറ്റേൺ, ആ ഒരു ട്രാക്ക് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു